ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള പരീക്ഷകൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കായിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതുവരെ നടന്ന പരീക്ഷയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ വരാനുള്ളത്. മലയാളം ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 21-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടന്ന പരീക്ഷയുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളതും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തതുമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ പേപ്പറിന്റെ കാര്യമാണ് നമ്മൾ കൂടുതൽ പറയാനുള്ളത്. കാരണം ജനറൽ പേപ്പറാണ് ഇനി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഒരു JRF നേടാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജൂൺ 18-ന് നടന്ന എക്സാമിനേഷന്റെ അത് ക്യാൻസൽ ചെയ്തു. നമ്മുടെ റീ എക്സാം ആണ്. അപ്പോൾ ആ ഒരു പരിഗണന NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മെയിൻ സബ്ജക്റ്റിലൊക്കെ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, മെയിൻ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഡിസംബർ എക്സാമിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ജനറൽ പേപ്പറിന്റെ കാര്യം അങ്ങനെയല്ല. ഇനിയും ഒത്തിരി പേര് പരീക്ഷ എഴുതാനുണ്ട്. അവർക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ജനറൽ പേപ്പറിൽ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അത് ഓരോ യൂണിറ്റും, എല്ലാ യൂണിറ്റിലും ഇത് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ തിയറി യൂണിറ്റിലൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓൺലൈൻ ലേണിംഗ്, സ്വയംപ്രഭ, അതിലെ ചാനൽസ്, അതിന്റെ പേരുകൾ, അത്തരം കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ വീഡിയോസിൽ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ എഴുതിയവർക്കൊക്കെ, ആ വീഡിയോ കണ്ടവർക്കൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം, ആ ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്, MLT, RLT, ULT, ആ കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ക്ലാസ്സുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇതിനു മുമ്പേ പ്രീവിയസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ചാനൽസിന്റെ എണ്ണവും അതിൽ പ്രധാനപ്പെട്ട ചാനലുകളും അതും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഇതുവരെ കണ്ടവർക്കൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത യൂണിറ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അതിലും ICT ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആ രീതിയിലൊക്കെ തന്നെ റിസർച്ചിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റെപ്സ്, അതുപോലെ തന്നെ മെത്തേഡ്സ് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. റിവിഷൻ മസ്റ്റ് ആണ്. ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ സമയത്തിനൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഗ്യാപ്പ് എടുത്ത് കാണുക. ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പുണ്ടാവും. അതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് ചോദ്യങ്ങൾ കാണുക, അതിൽ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, പിന്നീട് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രീതിയിൽ, ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പില്ലാതെ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ തന്നെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോംപ്രിഹെൻഷൻ. വളരെ നേരത്തെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്ക് 30 മാർക്ക് നേടിത്തരുന്ന ഒരു ഏരിയ ആണ്. അതിൽ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ 100-ലധികം സെറ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്കുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിളും ആണ്. ഇത് ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ എവിടെയും സൈനപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. വേറെ ഒരു മാനദണ്ഡങ്ങളും അതിനില്ല. പിന്നെ നമ്മുടെ ആപ്പിലും അത് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതില്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ മെയിൻ പേപ്പറിലും നമ്മുടെ ഫസ്റ്റ് പേപ്പറിലും ഒരേപോലെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ കാര്യങ്ങൾ പോകും. ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമയമാണ്. നമുക്കറിയാം ഒരു ചോദ്യത്തിന് നമുക്ക് 1 മിനിറ്റും 20 സെക്കൻഡാണ്. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ദിവസം ഇനി അങ്ങോട്ടെങ്കിലും 1-2 ചോദ്യങ്ങളൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുവരെ കഴിഞ്ഞവർക്കൊക്കെ തന്നെ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ സ്ട്രാറ്റജി ഇഫക്റ്റീവായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. 30 മാർക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. യാതൊരു രീതിയിലും അതിനെ കുറച്ച് കാണരുത് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ.
അവിടെയും മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഇതൊക്കെ തന്നെ നിങ്ങൾ നോക്കുക, റിവിഷൻ ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷന്റെ ചോദ്യങ്ങൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും ഷുവർ ഷോട്ട് ആയിട്ടുള്ളതുമായ ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്, കാണാൻ ശ്രമിക്കുക. മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് സാധാരണത്തെ പോലെ തന്നെ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, കോഡ് ആൻഡ് റിലേഷൻഷിപ്പ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരും. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇതിനില്ല. മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം നമ്മൾ സ്പീഡ് കൂട്ടുക. ഇവിടെയൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് സമയമാണ്. നമുക്ക് ഇതിനൊക്കെ സമയനഷ്ടം ഉണ്ടാവും. കാരണം ഇതൊക്കെ ആലോചിച്ച് കണക്കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതാനും നമ്മുടെ മെയിൻ പേപ്പറിലേക്ക് വരുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ അവസാനത്തെ 10 ചോദ്യം എഴുതാനൊക്കെ തന്നെ നമ്മുടെ സമയനഷ്ടം ഉണ്ടാക്കും. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഈ ഒരു ഓർഡറിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞ് നമ്മൾ അവസാന ഭാഗത്തേക്കാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ വരുന്നത്. ആദ്യം നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ തരും. ആ കാര്യങ്ങൾ ഒരു പാറ്റേൺ ഉണ്ട് ചോദ്യത്തിന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമയം എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ. ഇനി ലോജിക്കൽ റീസണിങ്ങിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യൻ ലോജിക്, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, കാറ്റഗോറിക്കൽ പ്രൊപ്പോർഷൻ, ഇതിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ത്യൻ ലോജിക്കിന് 2022 ശേഷം NDA വിട്ടിട്ടില്ല. ഇന്ത്യൻ ലോജിക്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യൻ ലോജിക്കിന്റെ വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനും കാറ്റഗോറിക്കൽ പ്രൊപ്പോർഷനും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഉണ്ട്. അത് വെൻ ഡയഗ്രാം വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഉപകാരപ്പെടും. ഇതുവരെ കഴിഞ്ഞവർക്കൊക്കെ തന്നെ ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 യൂണിറ്റുകളാണ്. അതായത് മുഴുവൻ മാർക്ക് എന്ന് പറയുമ്പോൾ 20 മാർക്ക് നമുക്ക് ഈ 2 യൂണിറ്റിൽ നിന്നായിട്ട് ഫസ്റ്റ് പേപ്പറിൽ തന്നെ കിട്ടും. അത് യാതൊരു രീതിയിലും നമുക്ക് നഷ്ടപ്പെടില്ല. മിനിമം ഒരു 50 സെറ്റ് എങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മളൊരു 50 സെറ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുത്തം വരും. നമുക്ക് ചോദ്യം കാണുന്ന സമയത്ത് അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ നമ്മളെടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. എന്നിരുന്നാലും ഇത്തവണ വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ മോഡറേറ്റ് ലെവലാണ്. ഇനിയും ആ ഒരു രീതിയിൽ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അതിന് നമുക്കൊരു 10-20 മിനിറ്റ് ഒരു സെറ്റ് ചോദ്യം പ്രാക്ടീസ് ചെയ്യാൻ വേണം. നമ്മൾ ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ട് റീഡിംഗ് കോംപ്രഹെൻഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. അത് ശ്രദ്ധിക്കുക. പ്രാക്ടീസ് മാത്രമാണ് അവിടെ നമുക്ക് രക്ഷ. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും ആ ഒരു രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനായിട്ട് നമുക്കൊരു യൂണിറ്റ് ഉണ്ട്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നിലവിലുള്ള പാറ്റേണിൽ നിന്നും വിരുദ്ധമായിട്ട് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കുക. ആ ഒരു രീതിയിലാണ് ICTയിൽ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളായാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായാലും ഒക്കെ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു പാറ്റേൺ ആണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ഇതുവരെ അങ്ങനെയല്ലായിരുന്നു. നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ചോദ്യങ്ങൾ നൽകുന്നയാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി വരിക, അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കൂട്ടുക എന്നുള്ളതായിരിക്കും NDA ഉദ്ദേശിക്കുന്നുണ്ടാവുക. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ടതും വളരെ ടഫായുള്ളതുമായിട്ട് യൂണിറ്റ് ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഇതിൽ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ പൊല്യൂഷൻ, എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഈ 3 ഏരിയയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ തന്നെ ഇതിൽ വരാനും സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഏരിയ നിങ്ങൾ ഇതിൽ കവർ ചെയ്യുക, മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് മാത്രമേ ഈ ഒരു യൂണിറ്റിൽ ലക്ഷ്യമുള്ളൂ. നമ്മൾ ഈ 10 യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് ഒക്കെ പറയുമെങ്കിലും ഏറ്റവും ടഫായിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ ആ ഒരു പരിഗണന ആ ഒരു യൂണിറ്റ് നൽകുക.
അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അതിൽ NEP ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്, ഗവൺമെന്റ് പോളിസീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആൻഷ്യന്റ് ഇന്ത്യ വരുന്നുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, പ്രീ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ചോദ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു പൊതു സ്വഭാവമുണ്ട്. ആ സ്വഭാവം മനസ്സിലാക്കുക, അതിനനുസരിച്ച് അതിൽ നിന്നുള്ള യൂണിറ്റുകൾ പിക്ക് ചെയ്യുക, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത്തരം യൂണിറ്റുകളെ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ആ പൊതു സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകും നമ്മുടെ പഠനവും നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ ICT എല്ലാത്തിലും വരുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളത് ഇത്തവണത്തെ പരീക്ഷ എഴുതിയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത്തരത്തിൽ എല്ലാ യൂണിറ്റിലും കണ്ടുവരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കുക. അത് 2022 മുതൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പിന്തുടരുന്നുണ്ട്. അപ്പൊ പുതിയ NEP, പുതിയ സിലബസ് ഇതൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുക. ഇനിയുള്ള പരീക്ഷകൾ എഴുതുന്നവർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോ ചെയ്ത് പറയാത്ത കാര്യങ്ങളൊന്നും തന്നെ പരീക്ഷക്കായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.